Dear students, today we are going to the remaining parts of the first unit of mathematics of standard 4 among 4-digit numbers. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 4ാം ക്ലാസ്സിലെ ഗണിതത്തിലെ നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. In the last class, we saw activities, and here we go to the next activity. Let's help our friend. Look at the screen. A friend in hospital. Each class decided to raise 1,000 rupees. Details are given in the table. Fill the amounts to be raised in the 4th day. Class, first day, second day, third day, total amount needed on 4th day. All the details are given there. And from standard 4A, on the first day they got 310 rupees, second day 490 rupees, and the third day 100 rupees. From standard B, 4B, first day they got 400, second day 490, and on the third day 100 rupees. From class 4C, on the first day they got 410 rupees, on the second day 290 rupees, on the third day 250 rupees. From standard 4D, on the first day they got 410 rupees, second day 490 rupees, and on the third day 99 rupees. കൂട്ടുകാരിയെ സഹായിക്കാം. ആശുപത്രിയിലായ കൂട്ടുകാരിയെ സഹായിക്കണം. ഓരോ ക്ലാസ്സിൽ നിന്നും 1000 രൂപ വീതം ശേഖരിക്കണം. പണം ശേഖരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ പട്ടികയിൽ നോക്കൂ. ഓരോ ക്ലാസ്സും 4ാം ദിവസം ശേഖരിക്കേണ്ടത് എഴുതി പട്ടിക പൂർത്തിയാക്കൂ. ഓരോ പട്ടികയിലും ക്ലാസ് 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം, ആകെ ഓരോ ക്ലാസ്സും 4ാം ദിവസം ശേഖരിക്കേണ്ടത് ഇത്രയും കോളങ്ങളാണുള്ളത്. 4Aയിൽ 1ാം ദിവസം 310 രൂപയും 2ാം ദിവസം 490 രൂപയും 3ാം ദിവസം 100 രൂപയും ലഭിച്ചു. 4Bയിൽ 1ാം ദിവസം 400 രൂപയും 2ാം ദിവസം 490 രൂപയും 3ാം ദിവസം 100 രൂപയും കിട്ടി. 4Cയിൽ 1ാം ദിവസം 410 രൂപ, 2ാം ദിവസം 290 രൂപ, 3ാം ദിവസം 250 രൂപ. 4Dയിൽ 1ാം ദിവസം 410 രൂപ, 2ാം ദിവസം 490 രൂപ, 3ാം ദിവസം 99 രൂപ. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളുക, സ്ക്രീനിലേക്ക് നോക്കുക. We know one thing, that 10 hundreds are 1000. 10 hundreds is equal to 1000. We all know this thing. 10 tens are 100. 10 നൂറുകൾ ചേരുമ്പോൾ 1000 ആകുമെന്നും 10 പത്തുകൾ ചേരുമ്പോൾ 100 ആകുമെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു സംഗതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. 10 tens are 100 and 10 hundreds are 1000. We know this fact. So for solving this problem we have to follow this fact. Okay, now we can do the activity. Okay dear students, now listen to the screen. From standard 4A, from the first day they got 310 rupees. On the second day 490 rupees. On the third day 100 rupees. 4Aയിൽ നിന്ന് ആദ്യത്തെ ദിവസം 310 രൂപയും 2ാം ദിവസം 490 രൂപയും 3ാം ദിവസം 100 രൂപയുമാണ് ലഭിച്ചത്. അപ്പോൾ ആകെ ലഭിച്ച തുക എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം. We have to find the total amount get from these 3 days.
ഓക്കെ, വി ക്യാൻ ആഡ് ദീസ് 3 നമ്പേഴ്സ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ, നമ്മൾ ആ 3 സംഖ്യകളും കൂടി കൂട്ടാൻ പോവുകയാണ്. ആദ്യം 3 പൂജ്യങ്ങളാണ്, 3 zeros, so the sum is 0. Then a 1 and a 9, ഒരു 1 ഒരു 9, 1 9 കൂടി കൂട്ടുമ്പോൾ ഉത്തരം 10. നമ്മളവിടെ 0 എഴുതുന്നു, 1 മുകളിൽ എഴുതുന്നു. ഇനി നമ്മൾ കൂട്ടുകയാണ് 1 + 3 + 4 + 1. Answer is 9. So the total amount we got is 900 rupees. Total amount we got 900 rupees. നമുക്ക് ആദ്യത്തെ 3 ദിവസത്തെയും കൂടെ ആകെ തുകയായി ലഭിച്ചത് 900 രൂപയാണ്. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ദിവസം 310 രൂപ, രണ്ടാമത്തെ ദിവസം 490 രൂപ, മൂന്നാമത്തെ ദിവസം 100 രൂപ. On the first day from standard 4A got 310 rupees. On the second day 490 rupees, and on the third day 100 rupees. So the total is 900 rupees. Now listen. From standard 4A, from the first 3 days they got 900 rupees. From first 3 days they got 900 rupees. Then how much more needed to become 1000? How much more they needed on the 4th day to get a total of 1000 rupees? How much money they needed on the 4th day to get a total of 1000 rupees? നാലാമത്തെ ദിവസം എത്ര രൂപ കൂടി കിട്ടിയാൽ അവർക്ക് 1000 രൂപ തികയ്ക്കാൻ പറ്റും? അതാണ് നമ്മുടെ ചോദ്യം. നാലാമത്തെ ദിവസം എത്ര രൂപ കൂടി കിട്ടിയാൽ ആകെ 1000 രൂപ തികയും? അപ്പോൾ 3 ദിവസം കൂടി കിട്ടിയ ആകെ തുക എന്നുള്ളത് 900 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 900 എന്ന് പറയുന്നത് എത്ര നൂറുകൾ ചേർന്നാണ്? 900 is how many hundreds? Yes, 9 into 100 is 900. 100 9 പ്രാവശ്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ 9 നൂറുകളാണ് 900. 9 hundreds are 900. Then 1000 is, we already studied. What is 1000? Yes, 10 hundreds are 1000. 10 നൂറുകൾ ചേരുന്നതാണ് 1000. 10 നൂറുകൾ ചേരുന്നതാണ് 1000. ഇവിടെ ഇപ്പോൾ എത്ര നൂറുകളുണ്ട്? ഇവിടെ എത്ര നൂറുകളുണ്ട്? How many hundreds are there? Yes, there is only 9 hundreds. Then how many more hundreds needed? How many more 100 needed? ഇവിടെ 9 നൂറുകളുണ്ട്. 1000 തികയാൻ നമുക്ക് 10 നൂറുകളാണ് വേണ്ടത്. അപ്പോൾ എത്ര നൂറുകളും കൂടി വേണം? യെസ്, 100 അല്ലേ? ഒരു 100 കൂടെ നമുക്ക് വേണം. 100 കൂടെ ആകുമ്പോൾ 100 rupees ആവും. സോ വി നീഡ് 100. So what is 100? 100 means 100 അല്ലേ? ഒരു തവണ മാത്രം നമുക്ക് 100 ആവശ്യമാണ്. അതായത് 100 രൂപയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാകും? 1000 തികയും. We need only 100 rupee to get the total of 1000. മനസ്സിലായോ? നമുക്ക് ഇനി ഒരു 100 രൂപയും കൂടി ഉണ്ടെങ്കിൽ 1000 തികയും. We need only 100 rupees to get the total of 1000 rupees. So the answer is 100. Now to the next one, about the case of standard 4B. 4Bയിലെ കാര്യം നമുക്കൊന്ന് നോക്കാം. On the first day they got 400 rupees. On the second day they got 490 rupees. On the third day they got 100 rupees. On the first day they got 400 rupees. Second day 490 rupees. On the third day they got 100 rupees. 4Bയിൽ ആദ്യത്തെ ദിവസം 400 രൂപയും രണ്ടാം ദിവസം 490 രൂപയും മൂന്നാം ദിവസം 100 രൂപയും കിട്ടി. അപ്പോൾ ആകെ എത്ര രൂപ കിട്ടി നമുക്ക് കണ്ടുപിടിക്കാം. യെസ്,
Now look, 0 0 0 0. ആദ്യത്തെ 3 പൂജ്യങ്ങൾ കൂട്ടുമ്പോൾ 0 തന്നെയാണ്. അടുത്തത് 0 9 0, 0 9 0. ആ 3 സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടുന്നു. പിന്നീട് അടുത്ത 4 + 4 + 1, 4 + 4 + 1, 4 + 4 8 + 1 = 9. So 990. 990 രൂപ. ആദ്യത്തെ 3 ദിവസങ്ങളിൽ 4Bയിൽ നിന്ന് പിരിഞ്ഞ തുക എന്ന് പറയുന്നത് 990 രൂപയാണ്. From the first 3 days, standard 4B got 990 rupees. Then how much more needed to become 1000? Yes, only 10. 10 rupee needed. How do we find it? Yes, look here. ഇവിടെ 4Bയിൽ ആദ്യത്തെ 3 ദിവസങ്ങളിലെ കിട്ടിയ തുകകൾ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ 990 രൂപയാണ് വന്നത്. എത്രയാണ്? 990 രൂപ. ഈ 990 രൂപയോട് കൂടി എത്ര കൂടി ചേർന്നാൽ 1000 ആകും? 990 രൂപയോട് കൂടെ എത്ര കൂടി ചേർന്നാൽ 1000 ആകും? അതെ, 10 രൂപ. 10 രൂപയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 1000 ആകും. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 990, 990 അല്ലേ? ഇതിനകത്ത് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 9 × 100 = 900. 990-ൽ 9 തവണ നൂറുകളുണ്ട്. ഇനി 990 അല്ലേ? അപ്പം 9 × 10 = 90 അല്ലേ? ഇത് ശരിയല്ലേ? 9 × 10 = 90. So the total is 990. That is we got. ഇനി ഇതിൻ്റെ കൂടെ എത്ര കൂടി ചേർന്നാൽ 1000 ആവും അല്ലേ? ഇതിൻ്റെ കൂടെ എത്ര കൂടി ചേർന്നാൽ how much more needed to get 1000? We already know the answer, but we are going here how to find the answer. So there is one more 10 is needed. That means 990 plus 10. Here, look here, 9 × 10. We need one more 10. That is 10. So I will write once more. 9 × 100 = 900 plus 9 × 10 = 90. Then one more 10 is needed. 1 × 10. That means here 10. Then adding these 3 numbers. ഒരു തവണ കൂടി നമുക്ക് 10 ചേർക്കണം. ഈ 3 സംഖ്യകളിനെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 0 0. Then 9 + 1 0, 10. Then 1 here. 1 + 9 = 10. Then total 1000. അപ്പോൾ ഈ ഒരു 10 ആണ്. 10 1 times. ഇതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് അല്ലേ? 990 എന്ന് പറഞ്ഞത് 9 × 100, 900. 9 × 10, 90. 990. പിന്നീട് അതിൻ്റെ കൂടെ എത്ര കൂടിയാണ് നമുക്ക് വേണ്ടുന്നത്? ഒരു 10 കൂടിയാണ് വേണ്ടത്. 100 എന്ന് പറയുന്നത് 10 10കൾ ചേർന്നതല്ലേ? 10 10കൾ ചേരുന്നതാണ് 100. 100 is 10 tens. 10 × 10 is 100. So did you get the answer? Okay. Then you have to do the remaining 2 ones. That means standard 4C and standard 4D. You have to find out the answers for both the classes. അടുത്ത 4C 4D എന്നീ ക്ലാസ്സുകളുടേത് നിങ്ങൾ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ വർക്കിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം. So the next question, 1000 and 1000. 1000 completed. Let's give to the headmaster. 4 class leaders gave the money to the headmaster. Let's find out the total amount. How much did standard 4A and standard 4B give? Together with standard 4C, this become.
Third question, together with the amount from 4D. What is the total amount from 4 classes? 1000-നോട് 1000 ചേർന്നാൽ 1000 രൂപ തികഞ്ഞില്ലേ? നമുക്ക് പ്രഥമാധ്യാപകനെ ഏൽപ്പിക്കാം. 4 ക്ലാസ്സുകളിലെയും ലീഡർമാർ അവർ ശേഖരിച്ച തുക പ്രഥമാധ്യാപകന് നൽകി. ആകെ എത്ര രൂപ ശേഖരിച്ചു എന്ന് നോക്കാം. 4Aയും 4Bയും കൂടി നൽകിയത് എത്ര രൂപയാണ്? രണ്ടാമത്തെ ചോദ്യം, 4Cയിലെ കുട്ടികൾ നൽകിയത് കൂടി ചേർത്താൽ ആകെ എത്ര രൂപയായി? മൂന്നാമത്തെ ചോദ്യം, 4Dയിലേത് കൂടി ചേർത്താലോ? നാലാമത്തെ ചോദ്യം, 4 ക്ലാസ്സിൽ നിന്നും കൂടി ആകെ കിട്ടിയത് എത്ര രൂപയാണ്? ഈ 4 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. സോ we find out that from all the classes what is the total amount. Now look into the screen. From standard 4A, what is the amount got? Yes, 1000. Then standard 4B, it is also 1000. Then standard 4C, again 1000. From standard 4D, 1000. 4 ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് 1000 രൂപ വീതമാണ് കിട്ടിയത്. 4Aയിൽ നിന്നും 1000, 4Bയിൽ നിന്ന് 1000, 4Cയിൽ നിന്ന് 1000, 4Dയിൽ നിന്ന് 1000. From all the classes we got 1000 rupees each. From standard 4A, 1000 rupees. From standard 4B, 1000 rupees. Standard 4C, 1000 rupees. And from standard 4D, 1000 rupees. So, the first question is, how much did standard 4A and standard 4B give? 4Aയിലെയും 4Bയിലെയും കൂടി നൽകിയത് എത്ര രൂപയാണ്? So look, standard 4A gives 1000 rupees. Then standard 4B gives another 1000 rupees. So we have to add these 1000 rupees. 1000 plus 1000. What is the total amount? 0, 0, 0, 1 plus 1, 2. Means 2000 rupees. 4Aയിലേത് 1000 രൂപയാണ്, 4Bയിൽ നിന്നും 1000 രൂപയാണ്. അപ്പോൾ ആകെ തുക എങ്ങനെ കണ്ടുപിടിക്കും? അതെ, രണ്ടും തമ്മിൽ കൂട്ടണം അല്ലേ? സങ്കലന ക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ, 4Aയിൽ നിന്ന് 1000 രൂപ, 4Bയിൽ നിന്ന് 1000 രൂപ, രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 2000 രൂപയാണ് കിട്ടിയത്. ടുഗദർ വിത്ത് ദ എമൗണ്ട് ഫ്രം സ്റ്റാൻഡേർഡ് 4C, ദിസ് ബിക്കംസ് 4Cയിലെ കുട്ടികൾ നൽകിയത് കൂടി ചേർത്താൽ ആകെ എത്ര രൂപയായി? ചോദ്യം മനസ്സിലായല്ലോ. ഈ തുകയോടുകൂടി 4Cയിലെ കുട്ടികൾ നൽകിയ തുക കൂടി ചേർക്കണം. സോ ഹിയർ the question is, what is the total amount that the 3 classes standard 4A, 4B and 4C give together? So we can do that activity. Look here, standard 4A plus standard 4B plus standard 4C. This is the problem. What is the total amount? Standard 4A plus 4B plus 4C. 4Aയുടെയും 4Bയുടെയും 4Cയുടെയും ആകെ തുകയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 4Aയുടെയും 4Bയുടെയും ആകെയുള്ള തുക നമുക്ക് അറിയാം. എത്രയാണ്? യെസ്, 2000 plus 1000 rupees. Now I am adding the two numbers. 2000 plus 1000. Look here, 0 plus 0, 0, 0 plus 0, 0, 0 plus 0, 0, then 2 plus 1, 3. What is the total amount we got? Yes, 3000. 4Aയിലെയും 4Bയിലെയും 4Cയിലെയും കിട്ടിയ തുകകൾ കൂട്ടുകയാണ്. 4Aയിലെയും 4Bയിലെയും തുക കൂട്ടിയത് നമുക്ക് നേരത്തെ അറിയാം, അത് 2000 രൂപയാണ്. അതോടൊപ്പം 4Cയിൽ നിന്നുള്ള 1000 രൂപ കൂടി കൂട്ടുന്നു. അപ്പോൾ 2000 അധികം 1000, ആകെ കിട്ടിയ തുക 3000. The third question, together with the amount from standard 4D.
4 ഡിയിലേത് കൂടി ചേർത്താലോ? നമുക്ക് നോക്കാം. Then we have to find out standard 4A plus 4B plus 4C plus 4D. Okay. So what is a 4A plus 4B plus 4C that we already find out? Yes, 3,000 rupees plus 4Aയിലെയും 4Bയിലെയും 4Cയിലെയും 4Dയിലെയും തുകകളാണ് കൂട്ടേണ്ടത്. അപ്പോൾ 4A 4B 4C ഇത് മൂന്നും കൂട്ടിയ തുക നമുക്കറിയാം, അത് 3000 രൂപയാണ്. പ്ലസ് 4D 4Dയിലേത് 1000 രൂപ. ഇതിൻ്റെയാണ് ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടത്. ആൻസർ നമുക്ക് നോക്കാം. 3000 പ്ലസ് 1000. 0 0 plus 0 0 0 plus 0 0, then 3 plus 1 4. The total amount is 4,000 rupees. 4,000 rupees is answer. 3000 അധികം 1000 എന്നുള്ളതാണ് നമ്മളുടെ ക്രിയ. അത് ചെയ്തപ്പോൾ 4000 രൂപയാണ് നമുക്ക് ഉത്തരമായി കിട്ടിയത്. അപ്പോൾ ഈ 4 ക്ലാസ്സിലെയും കൂടി ആകെ കിട്ടിയ തുക എന്നുള്ളത് 4000 രൂപയാണ്. കഴിഞ്ഞല്ലോ, എഴുതി കഴിഞ്ഞോ? ഓക്കെ. ദെൻ ദ വർക്ക് ഈസ് ഡൺ ദെയർ. നമ്മൾ ആ ചെയ്ത ക്രിയ പാഠപുസ്തകത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 4000 നമ്മൾ അത് ഒരുമിച്ച് ചേർത്ത് കൂട്ടി, പുസ്തകത്തിൽ അല്ലാതെ 4000 പ്രത്യേകം തന്നെ കൂട്ടിയിരിക്കുകയാണ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. There is a question. 10,000 make. 10,000 ചേർന്നാലോ? 10,000 ചേർന്നാൽ എത്ര വരും? അപ്പോൾ അതിൻ്റെ ഉത്തരമായി നിങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു സംഖ്യയാണോ? ഇങ്ങനൊരു സംഖ്യയാണോ നിങ്ങൾക്ക് കിട്ടിയത്? 1 ശേഷം 4 പൂജ്യങ്ങൾ. ഇതിനെ നമ്മൾ 10,000 എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ 10,000 എന്നും പറയും. 10,000. ഓക്കെ. 10,000 അല്ലെങ്കിൽ 10,000 എന്ന് പറയും. കഴിഞ്ഞല്ലോ. Then there is a pattern for filling. Fill in the numbers. 1,000, 2,000, then 2 numbers are missing. Final number is 5,000. Then again 9,000, 8,000, 2 numbers missing, and then 5,000. പൂർത്തിയാക്കാമോ എന്ന പേരിൽ ഒരു പാറ്റേൺ നമുക്ക് ചെയ്യാനായുണ്ട്. അതൊന്ന് നോക്കുക. ഒന്നാമത്തേത് 1000, 2000, തുടർന്ന് 2 സംഖ്യകൾ ഇല്ല. അത് കഴിഞ്ഞ് അവസാനത്തെ നമ്പർ 5000. രണ്ടാമത്തെ ചോദ്യം 9000, 8000, വീണ്ടും 2 സംഖ്യകൾ ഇല്ല. അവസാനത്തേത് 5000.